തൃശ്ശൂരിലേക്കാണ്. തൃശ്ശൂരിൽ DCC നേതൃത്വത്തിന്റെ പോസ്റ്റർ പതിച്ചവരുടെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. ഒരാൾ ഹെൽമറ്റ് വെച്ചും രണ്ടാമത്തെയാൾ മാസ്ക് ധരിച്ചുമാണ് പോസ്റ്റർ പതിക്കാൻ എത്തിയത്. തൃശ്ശൂർ DCC പ്രസിഡന്റ് ക്രൈസ്തവർക്ക് വേണ്ടി തൃശ്ശൂർ സീറ്റ് വിറ്റു എന്നായിരുന്നു പോസ്റ്ററുകളിൽ. സേവ് കോൺഗ്രസിന്റെ പേരിലായിരുന്നു പോസ്റ്ററുകൾ. വിവരങ്ങളുമായി സാനു കെ സജീവുണ്ട്. സാനു, നമുക്കറിയാം ഈ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുമ്പോൾ കോൺഗ്രസിനുള്ളിലെ വിഭാഗീയതയൊക്കെ അങ്ങനെ പലയിടത്തെയും വിഭാഗീയത പുറത്തു വന്നിരുന്നു. അത്തരത്തിൽ ഒരു വാർത്തയായിരുന്നു തൃശ്ശൂരിലേത്. തൃശ്ശൂരിൽ DCC നേതൃത്വത്തിനെതിരെയാണ് പോസ്റ്റർ. ആ ഒരു പോസ്റ്റർ പതിച്ചവരുടെ CCTV ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ഒരാൾ ഹെൽമറ്റ് വെച്ചും രണ്ടാമത്തെ ആൾ മാസ്ക് ധരിച്ചുമൊക്കെയാണ് പോസ്റ്റർ ധരിക്കാൻ എത്തിയിരിക്കുന്നത്. വിവരങ്ങൾ സാനു. അമൽ, എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രഖ്യാപനം വന്നതിന് തൊട്ടു പിന്നാലെ DCC നേതൃത്വത്തിനെതിരെ ഒരു വിഭാഗം പടപ്പുറപ്പാടിലാണ്. അതിന്റെ ഭാഗമെന്നോണമാണ് പ്രസ് ക്ലബിന് സമീപത്തും അതേപോലെ തന്നെ തൃശൂർ DCC ഓഫീസിന് സമീപത്തും വ്യാപകമായിട്ട് പോസ്റ്ററുകൾ പതിച്ചിരിക്കുന്നത്. ടാജറ്റും MB വിൻസെന്റും കോൺഗ്രസിന് ആപത്താണെന്നാണ് ഈ പോസ്റ്ററുകളിൽ പതിച്ചിട്ടുള്ള പ്രധാന വാചകം. DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് ക്രൈസ്തവ സഭയ്ക്ക് വേണ്ടി സീറ്റ് വിറ്റെന്നും പോസ്റ്ററിൽ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. അതേപോലെ തന്നെ NSS സമുദായത്തിന് വേണ്ടി സീറ്റ് വിറ്റെന്നും പോസ്റ്ററിൽ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. അതേപോലെ തന്നെ NSS സമുദായത്തെ പൂർണ്ണമായും അവഗണിക്കുന്ന നിലപാടാണ് തൃശ്ശൂരിലെ DCC നേതൃത്വവും ജോസഫ് ടാജറ്റും തുടരുന്നതാണ് ഈ പോസ്റ്ററുകൾ പ്രധാനമായിട്ടും പറയുന്നത്. അതേപോലെ തന്നെ ഈ പോസ്റ്റർ ഒട്ടിച്ചവരുടെ ദൃശ്യങ്ങളൊക്കെ നിലവിൽ പുറത്തു വന്നിട്ടുണ്ട്. തൃശ്ശൂർ പ്രസ് ക്ലബിന് സമീപം പോസ്റ്റർ പതിക്കാൻ എത്തുന്ന രണ്ട് ചെറുപ്പക്കാരുടെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത്. ഒരാൾ ഹെൽമറ്റ് ധരിച്ച നിലയിലാണ്, മറ്റൊരാൾ മാസ്ക് ധരിച്ചിട്ടുണ്ട്. എന്തായാലും വളരെ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൊട്ട് പിന്നാലെ തൃശ്ശൂർ DCCക്കുള്ളിൽ വലിയ പടലപ്പിണക്കങ്ങളും അതേപോലെ തന്നെ പരസ്പരം ചെളിവാരിയേർ അടക്കം നടക്കുകയാണ്. പരസ്യ നിലപാടെടുത്തും അതേപോലെ തന്നെ ജോസഫ് ടാജറ്റിനെതിരെ കൗൺസിലർ അടക്കം രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് തൃശ്ശൂർ മേയറുടെ നിയമനമടക്കം മേയറെ കണ്ടെത്തിയതടക്കം വലിയ രീതിയിൽ സാമ്പത്തിക ക്രമക്കേടിലൂടെയാണ് നിജി ജസ്റ്റിൻ വലിയ തുക DCC അധ്യക്ഷന് നൽകി സ്വാധീനം ചെലുത്തിയാണ് ഈ മേയർ സ്ഥാനം പിടിച്ചെടുത്തതെന്നടക്കമുള്ള കാര്യങ്ങൾ പുറത്തു വന്നിരുന്നു. അത് ആരോപണ വിധേയമായിട്ട് പുറത്തു വന്നിരുന്നു. എന്തായാലും ആ ഒരു ആരോപണം ഇപ്പോഴും തുടരുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കുന്തോറും ഈ KC പക്ഷവും അതേപോലെ തന്നെ ജോസഫ് ടാജറ്റും അതേപോലെ തന്നെ ജോസ് വള്ളൂരും മുൻ DCC അധ്യക്ഷൻ ജോസ് വള്ളൂരും അടക്കമുള്ള പടലപ്പിണക്കം അത് പരസ്യ പ്രതികരണത്തിലേക്ക് എത്തുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ പോസ്റ്ററുകൾ വന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോൺഗ്രസിനുള്ളിൽ വലിയ രീതിയിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങളും അതേപോലെ തന്നെ പരസ്പരമുള്ള മത്സരവും കിടമത്സരവും ഒക്കെ നടക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് നിലവിൽ ഇപ്പോൾ പോസ്റ്റർ വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ പലയിടത്തും സ്ഥാനാർത്ഥി നിർണയം നടത്തുന്നത് സാമുദായിക സമവാക്യങ്ങൾ പോലും പരിഗണിക്കാതെയാണെന്നാണ് ഒരു വിഭാഗം ആരോപിക്കുന്നത്. അത് തൃശ്ശൂർ സീറ്റിലേക്ക് അടക്കം അതിന്റെ ഒരു പ്രതിധ്വനം അല്ലെങ്കിൽ ഒരു പ്രതിഫലനം ഉണ്ടായിട്ടുണ്ട്. കോൺഗ്രസ് നേതൃത്വം ക്രിസ്ത്യൻ സമുദായത്തിന് വേണ്ടി ആ പാർട്ടിനെ തന്നെ നശിപ്പിക്കുകയാണെന്ന് അടക്കമുള്ള കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പോസ്റ്ററിൽ ഉള്ളത്. നമുക്കറിയാം ഈ കേരളത്തിലുടനീളം ഈ കോൺഗ്രസിനുള്ളിൽ ഒരു സ്ഥാനാർത്ഥി നിർണയവും സീറ്റ് വിഭജനവും ഒക്കെ ഇങ്ങനെ കീറാമുട്ടിയായി നിൽക്കുമ്പോൾ തൃശ്ശൂരിൽ മാത്രമല്ല സംസ്ഥാനത്തുടനീളം ഇത്തരം വിഭാഗീയതയും പടപ്പുറപ്പാടും ഒക്കെയുണ്ട്. തൃശ്ശൂരിലെ സ്ഥിതി കുറച്ച് രൂക്ഷമാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഇത്തരത്തിൽ DCC നേതൃത്വത്തിനെതിരെയുള്ള പോസ്റ്റർ പതിക്കുക, അതോടൊപ്പം തന്നെ സാമുദായിക രീതികളിലുള്ള ഒരു സമീപനം ഉണ്ടാകുന്നില്ല. ഇത്തരത്തിൽ ഗുരുതരമായ ആരോപണങ്ങൾ, ആ ഒരു സാഹചര്യം മറികടന്നുകൊണ്ട് ഇത്തരത്തിൽ എങ്ങനെ ഒരു സ്ഥാനാർത്ഥി നിർണയം നടത്താൻ കഴിയും എന്നത് കോൺഗ്രസ് സംബന്ധിച്ചൊരു വലിയ വെല്ലുവിളി തന്നെയല്ലേ? അമലെ, എന്തായാലും കോൺഗ്രസ് നേതൃത്വത്തിന് വലിയ വെല്ലുവിളിയാണ്. കാരണം കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് തൊട്ടു പിന്നാലെ തന്നെ കോൺഗ്രസിനുള്ളിൽ ഈ വിഭാഗീയത അല്ലെങ്കിൽ നേതാക്കൾ തമ്മിലുള്ള ഒരു മത്സരം ഉണ്ടായിരുന്നു. ആ സമയത്ത് തന്നെ നിയമസഭാ സീറ്റുകളിലേക്ക് അടക്കം ലക്ഷ്യം വെച്ചുകൊണ്ട് നിരവധി നേതാക്കൾ രംഗത്ത് വന്നിരുന്നു. ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു സീറ്റിലേക്ക് 10-ലധികം ആളുകൾ ഉടുപ്പ് തയ്ച്ചിരിപ്പിക്കുന്നു എന്നാണ് നമുക്കറിയാൻ സാധിച്ചത്. അത് കോൺഗ്രസിൽ തന്നെ ഈ ട്രോള് രൂപേണ പുറത്തു വരുന്ന കാര്യങ്ങളാണ്. അത്തരത്തിൽ 10 നേതാക്കളടക്കം ഓരോ സീറ്റിലേക്കും കണ്ടു നട്ടിരിക്കുമ്പോൾ അത് ഈ 10 നേതാക്കൾ തമ്മിലുള്ള മത്സരം. ഒപ്പം തന്നെ സീറ്റ് തരപ്പെടുത്തി എടുക്കാൻ വേണ്ടി കേന്ദ്ര നേതാക്കളെ അടക്കം സമീപിക്കാൻ ഈ 10 നേതാക്കളും ഒന്നിച്ച് രംഗത്തേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ ഗ്രൂപ്പ് പോര്, അതായത് ഗ്രൂപ്പ് സമവാക്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു മത്സരമാണ് ഇവിടെ നടക്കുന്നത്. തൃശ്ശൂരിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ജോസഫ് ടാജറ്റിനെതിരെ ഒരു വലിയൊരു പ്രബല വിഭാഗം രംഗത്തുണ്ട്. അവർ പരസ്യ നിലപാടെടുത്ത് പരസ്യ ആരോപണങ്ങളും എടുത്ത് DCC അധ്യക്ഷനെതിരെ രംഗത്ത് വരുമ്പോൾ KPCC സെക്രട്ടറി ജോസ് വള്ളൂരിന്റെ നേതൃത്വത്തിൽ മറുവിഭാഗവും രംഗത്തുണ്ട്. ഈ ടാജറ്റിന് പിന്തുണ
പിന്തുണയുമായിട്ട് KC വിഭാഗം കൂടി രംഗത്തെത്തിയതോടുകൂടിയാണ് തൃശ്ശൂരിലെ കോൺഗ്രസിനുള്ളിലെ ഈ ഒരു പടലപ്പിണക്കം അല്ലെങ്കിൽ ഈ ഒരു അധികാരത്തിന് വേണ്ടിയിട്ടുള്ള ഒരു വടംവലി അത് പരസ്യ പ്രതികരണത്തിലേക്ക് അത് തെരുവിലേക്കൊക്കെ ഇറങ്ങുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുള്ളത്. ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് ഈ TN പ്രതാപനെതിരെ ഒരു പോസ്റ്റർ ഉണ്ടായിരുന്നത്. ഇതുപോലെ സമാന നിലയിൽ തന്നെ പ്രസ് ക്ലബിന് സമീപത്തും അതേപോലെ തന്നെ പത്മജ വേണുഗോപാലിന്റെ വീടായിട്ടുള്ള മുരളി മന്ദിരത്തിന്റെ ചുവരിലും അടക്കമാണ് ഈ പോസ്റ്ററുകൾ വന്നത്. അതായത് K കരുണാകരനെ വഞ്ചിച്ച ഒറ്റുകൊടുത്ത നേതാവാണ് TN പ്രതാപൻ എന്ന് പറഞ്ഞുകൊണ്ടുള്ള പോസ്റ്ററുകളായിരുന്നു അന്ന് വ്യാപകമായിട്ട് രംഗത്ത് വന്നെങ്കിൽ ഇന്ന് ആ പോസ്റ്റർ വന്നിരിക്കുന്നത് DCC അധ്യക്ഷനെതിരെയാണ്. എന്തായാലും തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുമ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിനാകെ തൃശ്ശൂരിലെ നേതൃത്വത്തിനാകെ വെല്ലുവിളിയാണ് ആവുകയാണ് ഇത്തരത്തിലെ പോസ്റ്റർ യുദ്ധം. അതേപോലെ തന്നെ നമുക്കറിയാവുന്ന പോലെ 13 സീറ്റാണ് തൃശ്ശൂർ ജില്ലയിലുള്ളത്. ആ 13 സീറ്റുകളിൽ 12 സീറ്റും കഴിഞ്ഞ തവണ LDFിനൊപ്പം നിന്നതാണ്. ഒരു സീറ്റ് മാത്രമാണ് ചാലക്കുടി സീറ്റ് മാത്രമാണ് കോൺഗ്രസിന് അനുകൂലമായിട്ട് UDFിന് അനുകൂലമായിട്ട് നിലയുറപ്പിച്ചത്. എന്നാൽ ഇക്കുറി ആ സമവാക്യം പോലും മാറുന്ന തലയിലേക്ക് കാലുവാരുന്ന നിലയിലേക്ക് കോൺഗ്രസ് നേതൃത്വം ഒന്നാകെ മാറുമെന്നുള്ളൊരു ആശങ്കയിലാണ് KPCC നേതൃത്വമുള്ളത്. കാരണം തൃശ്ശൂർ ജില്ലയിലെ നേതാക്കൾക്കിടയിലുള്ള ആ ഒരു തമ്മിലടി അത്രയ്ക്കും രൂക്ഷമായിരിക്കുന്ന സാഹചര്യത്തിൽ ഏതൊരാൾ മത്സരിച്ചാലും ആളെ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ട് മറുവിഭാഗം രംഗത്തുണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അമൽ. യെസ്, വ്യക്തമാണ്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നതിന് പിന്നാലെയും തൃശ്ശൂരിൽ സ്ഥിതി രൂക്ഷമാണ്. കോൺഗ്രസിനുള്ളിൽ പടലപ്പിടക്കങ്ങളും വിഭാഗീയതയും തമ്മിലടിയും ഒക്കെ രൂക്ഷമാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു സാനു K. സജീവ്.